ഇത് നല്ലപോലെ പൊങ്ങിയിട്ട് പൂരീസായിട്ട് കിട്ടീന്. പിന്നെ ഇതിലേക്ക് ഈ മസാലപ്പൂരിലേക്ക് നല്ലപോലെ പൊങ്ങി വന്നില്ലെങ്കിലും പ്രശ്നമില്ല. ഇതുപോലെ മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പൂരിയും റെഡിയായി, മസാലയും റെഡിയായി. നെക്സ്റ്റ് നമ്മൾ ഒരു പ്ലേറ്റ് മസാലപ്പൂരി ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഷോപ്പിൽ നിന്നെല്ലാം കിട്ടുമല്ലോ, അതേപോലെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് പൂരീസ് ഉണ്ടാവുമല്ലോ, അത് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് റെഡിയാക്കിയ മസാല ഇട്ടുകൊടുക്കാം.